നമസ്തേ. ഇന്ന് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ധ്യാന ശ്ലോകം 4-ാമത്തേതാണ് നാം കാണാൻ പോകുന്നത്. പശ്യാമി. സർവേ അഗ്രേ ഗച്ഛതു. സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാ സമന്തഹസിതേഷണാം സശരചാപ പാശാങ്കുശാം അശേഷ ജനമോഹിനീം അരുണമാല്യ ഭൂഷാംബരാം ജപാകുസുമ ഭാസുരാം ജപവിധൗ സ്മരേദംബികാം. ഏകവാരമപി വച്മി. സകുങ്കുമ വിലേപനാം അളിക ചുംബികസ്തൂരികാം. തത്ര സകുങ്കുമ വിലേപനാം ഇത്യത്ര പദച്ഛേദം കരിഷ്യതി. അത് കഴിഞ്ഞിട്ട് അളിക മുതലാണ് നമ്മൾ ചൊല്ലുന്നത്. സകുങ്കുമ വിലേപനാം അളിക ചുംബികസ്തൂരിക എന്ന് സമസ്തപദമായിട്ട് ചൊല്ലാം. ഇങ്ങനെയും ചൊല്ലാം. സമന്തഹസിതേഷണാം സശരചാപ പാശാങ്കുശാം അശേഷജനമോഹിനീം. തത്ര സ്റ്റോപ്പ് കരോതു. പുനഃ അരുണമാല്യഭൂഷാംബരാം एवमपि वक्तुं शक्नुमः. अशेषजनमोहिनीम् अरुणमाल्यभूषाम्बर अशेषजनमोहिनीम् अरुणमाल्यभूषाम्बरा जपा कुसुमभासुरां जपविधौ स्मरेत् अम्बिकां. तत्र स्मरेत् अम्बिकाम् इति भवति. स्मरेत् अधिकम् अम्बिकां पदच्छेदः अस्ति. അപ്പോൾ സ്മരേത് അംബികാം എന്നും ചൊല്ലാം, സ്മരേദംബികാം എന്നും ചൊല്ലാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. I think you got an idea how to pronounce the whole sloka. Let's get into the another slide. Sa kunkuma vilepanam. Sa kunkuma vilepanam. Sa ityukte kim? Sa iti ശബ്ദേന കൂടെ, വിത്ത്, സഹിതം എന്നുള്ള അർത്ഥമാണ്. സാ എന്ന് കാണുകയാണെങ്കിൽ അതിന് ആ അക്ഷരത്തിന് അർത്ഥമുണ്ട്, കൂടെ എന്നുള്ള അർത്ഥമുണ്ട്. സംസ്കൃതത്തിന് മാത്രമേ ഇങ്ങനത്തെ ഭംഗിയൊക്കെ കാണുള്ളൂ കേട്ടോ. അക്ഷരങ്ങൾക്കും അർത്ഥം കാണുന്ന സ്ഥലം. എവമസ്തി ധീ ഇതി കശ്ചന അക്ഷരസ്യ അർത്ഥമപി വർത്തതെ. ധീ. ധീ ഇത്യുക്തെ കിം? ബുദ്ധിയാണ്. ബുദ്ധി, ധീ. അതുപോലെയാണ് ഇവിടെ സ. The next is kunkuma. What is kunkuma? It's kumkumam. No? Married ladies from Hinduism wore a kumkumam on their forehead. That portion of the, in the beginning of the, അല്ലേ, മുടിയുടെ തിരുനെറ്റി എന്ന് പറയാം അല്ലേ, മുടി തുടങ്ങുന്ന ആ ഭാഗത്ത് നെറ്റിയോട് ചേർന്നാണ് സിന്ദൂരം ഇടുന്നത്. ഇറ്റ്സ് എ വേ ടു എക്സ്പ്രസ് ദർ എന്താ പറയുക, ആ ഒരു സന്തോഷം അല്ലേ, എക്സ്പ്രസ് ദർ ഹാപ്പിനെസ് ഓഫ് മാരീഡ് ലൈഫ്. വിലേപനാം. വിലേപനാം ഇത്യുക്തേക്കും പൂശിയിരിക്കുന്നവളെ, കുങ്കുമം പൂശിയിരിക്കുന്നവളെ ഇത്യർത്ഥ. തത്ര കുങ്കുമഃ എന്തിനാണ് സ്ത്രീകൾ വിവാഹശേഷം ധരിക്കുന്നത് എന്നൊരു പ്രശ്നമാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, തസ്യ ഉത്തരം ഏവം ഭവതി. പതിയുടെ ദീർഘായുസ്സിന് വേണ്ടിയാണ് കുങ്കുമം ധരിക്കുന്നതെന്ന് വിശ്വാസമുണ്ട്. ഓക്കെ. അത്ര ലളിതാംബികാദേവി സ്വയം കുങ്കുമേന സാ ശോഭത്തെ. തസ്യ രൂപം കുങ്കുമവർണ്ണയുക്തം ഇതി അത്ര ഉച്യത്തെ.
അത്ര ചിത്രമപി ദത്തം പശ്യതു തസ്യാഹ മനോഹര രൂപം. കണ്ടോ, കുങ്കുമ നിറമാണല്ലേ, കുങ്കുമം പൂശിയിരിക്കുകയാണ്. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഈവൻ ഹെർ ഫീറ്റ്, ഹെർ ഹാൻഡ്സ്, ഹെർ ഫേസ്, ഷീ ഈസ് ജസ്റ്റ് ഷൈനിങ്. അമ്മയുടെ മുഖം വളരെ ഭംഗിയുള്ളതാണ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ലൈൻ. അടുത്ത വരി ഇങ്ങനെയാണ്: അളിക ചുംബി കസ്തൂരിക. അളിക ചുംബി കസ്തൂരിക ഇതി ഭവതി. അളിക, അളികം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റിയാണ്. നമ്മുടെ ഭ്രൂ ഇല്ലേ, അതായത് പിരികം. ഭ്രൂ എന്ന് പറയുന്നത് പിരികമാണ് അല്ലേ. തസ്യ മധ്യം ഭാഗം, ഫോർഹെഡ്, ഭ്രൂമധ്യം എന്ന് പറയും. മുച്യത്തെ അളിക ഇത്യുക്തെ ഫോർഹെഡ് ഭവതി. ചുംബി, ചുംബി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുംബിതം ഇത്യുക്തെ എന്താണ്? മുത്തമിടുന്ന എന്നാണ് അല്ലേ, കിസ് ചെയ്ത എന്നാണ് അർത്ഥം. ചുംബിതം ഇത്യസ്യ സ്പർശിതം ഇത്യപി അർത്ഥം വർത്തത്തെ. സ്പർശിച്ച എന്നൊരർത്ഥമുണ്ട്. കസ്തൂരിക, കസ്തൂരിക ഇതി അത്ര അർത്ഥം വതെ. കസ്തൂരികാം ഇതി ശ്ലോകേ വർത്തത്തെ. കസ്തൂരി എന്ന് വെച്ചാൽ തിലകമാണ്. കസ്തൂരി എന്താണ്? മസ്കാണ് അല്ലേ, ഡിയറിൻ്റെ മസ്കാണ് കസ്തൂരി. സോ ദ മസ്ക് ഓഫ് ഡിയർ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എന്താ പറയുക, നമ്മൾ ടാറ്റു ഒക്കെ അടിക്കുന്ന പോലെ ആ ഒരു പാറ്റേൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കാൻ അത് ഉപയോഗിക്കാറുണ്ട്. സോ ഷീ ഈസ് വെയറിങ് എ തിലകം ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ ലൈൻ. വെയർ? ഇൻ ഹെർ ഫോർഹെഡ്. സകുങ്കുമ വിലേപന അളിക ചുംബി കസ്തൂരിക. നോക്കിക്കേ, സമന്തഹസിതേഷണ. സാ മാതാ തസ്യാഹ ഉഭയോർ നേത്രയോർ മന്ദസ്മിതം ദൃശ്യത്തെ. ഉഭയോർ നേത്രയോः. ദാറ്റ് മീൻസ് ഹെർ ഐസ് ഈസ് സ്മൈലിംഗ്. തസ്യാഹ മുഖാംബുജെ വക്ത്രേ ഹാസ്യമസ്തി, സ്മിതമസ്തി, മന്ദസ്മിതമസ്തി. ഏവം തസ്യാഹ നേത്രയോർ മധ്യേ, കണ്ണുകൾക്കിടയിലും, നേത്രേഷു അപി, കണ്ണിലും എന്തുണ്ട്? ഹാസ്യമസ്തി, അസ്മിതമുണ്ട്, ചിരിയുണ്ട്. സോ വി ക്യാൻ സീ ദ സ്മൈൽ ഇൻ ഹെർ ഐസ് ലൈക്ക് വിച്ച് ഇസ് ഇൻ ഹെർ ഫേസ്. സാ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു, സാ ഇത്യുക്തെ സഹിതം കൂടെ എന്നാണ്. മന്ദ ഇതി പഥേന മൃദു, സാവധാനം എന്നൊക്കെയാണ് അർത്ഥം. ഹസിതം, ഹസിതം എന്താണ്? പുഞ്ചിരിയാണ്. ഹസിതം, സ്മിതം എന്നൊക്കെ പറയും. ഈ ക്ഷണാം, കണ്ണുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ണുകൾക്കാണല്ലോ ദൃഷ്ടി തരാൻ കഴിയുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് സേസ് ദാറ്റ് ദ ലളിതാംബിക ദേവി ഹൂ ഇസ് പൊസസിങ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഇൻ ഹെർ eyes. So she shines with that. ചിത്രമപി തത്ര ദത്തം വർത്തത്തെ. ചിത്രം പശ്യതു തത്ര തസ്യാഹ അളികേ കസ്തൂരി തിലകം ദൃശ്യത്തെ. ഏവം തസ്യാഹ നേത്രേഷു അപി ഹസിതം ദൃശ്യത്തെ. നെറ്റിയിൽ കണ്ടോ ആ ഒരു കുറി, തിലകം കണ്ടോ, ക്ഷമ്യതാം, തിലകം കണ്ടോ. അതുപോലെ എന്തുണ്ട്? കണ്ണുകളിൽ ചിരിയും കാണാൻ സാധിക്കുന്നുണ്ട്. സ ശരചാപ പാശാങ്കുശ. സ എന്താണുള്ളത് ദേവിയോടൊപ്പം? ശരമുണ്ട്, ചാപമുണ്ട്, അമ്പും വില്ലുമുണ്ട്. ഷീ ഈസ് വെയറിങ് ക്ഷമ്യതാം ബോത്ത് ആരോ ആൻഡ് ബോ. പാശമുണ്ട്, അങ്കുശമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനു മുന്നേ ഒരു ശ്ലോകധ്യാനത്തിൽ ഇവയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഐ തിങ്ക് യു ഹാവ് ആൻ ഐഡിയ ഓഫ് ദാറ്റ്. വാട്ട് ഈസ് ശരം, വാട്ട് ഈസ് ചാപം, വാട്ട് ഈസ് പാശം ആൻഡ് വാട്ട് ഈസ് അങ്കുശം. വി ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ഇൻ അവർ പ്രീവിയസ് വീഡിയോ. സോ ലെറ്റ്സ് സീ ദ പിക്ചർ ഓഫ് ദേവി. അത്ര ചിത്രെ പശ്യതു. ശരമസ്തി, ചാപമസ്തി, പാശമസ്തി, അങ്കുശമസ്തി, സർവമപി ദൃശ്യത്തെ. തസ്യാഹ മനോഹര രൂപം ഖലു. എത്ര മനോഹരമാണ് ദേവിയെ കാണാൻ.
അഗ്രേ ഗച്ഛാമി. അഗ്രേ അശേഷജനമോഹിനി ഇതി ദത്തം. അശേഷജനമോഹിനി, എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്നവളെ. ദ ദേവി ഹു, എന്താണ് ദേവി ചെയ്യുന്നത്? സർവേഷാം ജനാനാം മധ്യേ ദേവിം പ്രതി ഭക്തിരസ്തി. They have the devotion for the goddess. So that is described in the line. മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേവിയുടെ സൗന്ദര്യത്തെ മോഹിപ്പിക്കുക എന്നല്ല. ഇറ്റ് ഡസൻറ്റ് മീൻ ലൈക്ക് ദാറ്റ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഡിവോഷൻ ഓഫ് ദ പീപ്പിൾ ഈസ് എവ്രിവെയർ. എല്ലാ ജനങ്ങളിലും ഉണ്ട്. സർവത്ര എത്ര കുത്രാപി ഗച്ഛതി തത്ര സർവത്ര ജനേഷു മധ്യേ ലളിതാംബികാ ദേവീം പ്രതി യത് ഭക്തി അസ്തി തത് ദൃഷ്ടും ശക്നുമഃ. അരുണമാല്യഭൂഷാംബര. അരുണമാല്യഭൂഷാംബര. അരുണം ഇത്യുക്തെ കിം? ചുവന്ന, റെഡ്. മാല്യം, മാല, ഫ്ലോറൽ ഗാർലാൻഡ്. ഓക്കെ. ഭൂഷാംബരാം, അംബരം വസ്ത്രം ധരിച്ചിരിക്കുന്നു, ധാരാളം ആഭരണങ്ങളും ചുവന്ന പൂക്കളുടെ മാലയും ധരിച്ചിരിക്കുന്നവളെ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സോ ദ ദേവി ഈസ് വെയറിംഗ് എ റെഡ് ഗാർലാൻഡ് along with ornaments and also dress. चित्रे दृश्यतु पश्यतु मनोहररूपं भवति. तत्र अरुणमाल्यमस्ति. सा देवी अति मनोहरी भक्तप्रिया च अस्ति. अग्रे किमस्ति? ജപാകുസുമഭാസുര. ജപ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയാണ്. ജപ ഇത്യുക്തെ ചെമ്പരത്തി. കുസുമ ശബ്ദസ്യ പൂവ് ഇത്യർത്ഥः, ഫ്ലവർ. ചെമ്പരത്തി പൂ മീൻസ് ഷൂ ഫ്ലവർ ഓർ ഹിബിസ്കസ് ഫ്ലവർ. ഓക്കെ. ഭാസുരാം ഇത്യുക്തെ തസ്യ ദീപ്തി അസ്തി. ജപാപുഷ്പസ്യ ദീപ്തി തസ്യ വദനെ ദ്രഷ്ടും ശക്നുമഃ. കസ്യ? ലളിതാംബികാ ദേവ്യാः. അപ്പോൾ ആ ഒരു ദീപ്തി, ആ ഒരു പ്രകാശം നമുക്ക് ദേവിയുടെ മുഖത്ത് കാണാൻ സാധിക്കും. സോ ലൈക്ക് ദ ഷൂ ഫ്ലവർ വിച്ച് ഷൈൻസ് വിത്ത് ഇറ്റ്സ് റെഡിഷ് റേഡിയൻസ്, ദർ ഈസ് ഓൾസോ എ ഗ്രേസ് ഇൻ ദ ഫേസ് ഓഫ് ദേവി ലളിതാംബിക വിച്ച് ഓൾസോ ഷൈൻസ് ഇൻ എ റെഡിഷ് കളർ. റൈറ്റ്? അതാണ് ആ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രേ ജപാകുസുമം ഊത ചെമ്പരത്തിപ്പൂവ് ഷൂ ഫ്ലവർ ദൃശ്യത്തെ. എല്ലാവരുടെയും വീട്ടിൽ, കേരളത്തിലെ മലയാളികളുടെ എല്ലാവരുടെയും വീട്ടിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ചെമ്പരത്തിപ്പൂവ് കാണാൻ സാധിക്കാറുണ്ട്. സോ ഇറ്റ്സ് എ യൂഷ്വൽ തിങ് ഇൻ കേരളൈറ്റ്സ് ഹോം വിത്തൗട്ട് റിലീജിയൻ. ഓക്കെ. അഗ്രേ കിമസ്തി? ജപവിധൗ. വിധൗ അതായത് ആ ജപം ചെയ്യുക, ദേവിയെ ഭജിക്കുക ആ സമയത്തിങ്കൽ എന്നാണ് അവിടെ അർത്ഥം. ഇൻ ദ ടൈം ഓഫ് വെൻ വി മെഡിറ്റേറ്റ് ദേവി, ദാറ്റ് ഈസ് ജപവിധൗ. സ്മരേത്, സ്മരിക്കണം. വി ഷുഡ് മെഡിറ്റേറ്റ് ദ ഗോഡസ് ലളിതാംബിക. അംബികാം. അംബികാം ഇത്യുക്തെ കിം? ദേവി. തസ്യാഹ നാമ ലളിതാംബിക ഇതി വർത്തते. अतः अम्बिकाम् इत्यत्र दत्तम्. चित्रं पश्यतु. चित्रे कः? का अस्ति. का इति നമ്മൾ ആരാണെന്ന് ചോദിക്കുന്നതിനെ കാ എന്നാണ്. സ്ത്രീ ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ അല്ലെ നമുക്കറിയില്ല അവിടെ ആരാണെങ്കിൽ കഹ എന്ന് ചോദിക്കും. एवम् अत्र चित्रे किमस्ति? अत्र अम्बिकादेव्याः चित्रमस्ति. तस्य कण्ठे किमस्ति? वज्राभरणानि अस्ति. एवम् अरुणरक्तवर्णमाला अपि अस्ति. बहु सुन्दरं भवति तस्य चित्रम्. अग्रे गच्छामि. കുങ്കുമം പൂശിയതും നെറ്റിയിൽ കസ്തൂരിത്തിലകം ശോഭിക്കുന്നതും സാവധാനം പുഞ്ചിരിക്കുന്ന കണ്ണുകളുള്ളതും അമ്പ്, വില്ല്, പാശം, അങ്കുശം എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്നതും എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്നതുമായ ചുവന്ന മാലകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരിക്കുന്നതും ചെമ്പരത്തിപ്പൂവിനെ പോലെ ദീപ്തമായി പ്രകാശിക്കുന്നതുമായ അമ്മയായ ദേവിയെ ജപം ചെയ്യുന്ന സമയത്ത്
സ്മരിക്കണം, അമ്മയെ ഓർക്കണം. അമ്മയുടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലളിതാംബികയും കൂടെ ഓർക്കണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്നും നമ്മൾ പ്രാർത്ഥിക്കും. ഏത് മതസ്ഥർ എന്നതിന് അർത്ഥമില്ല. വിത്തൗട്ട് റിലീജിയസ് തിങ്, the people who have faith in God, they try to deliver their prayer where they were, without considering their religion. അവരെവിടെയാണ് അവർ പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. അല്ലാതെ വിശ്വാസമില്ലാത്തവരും ഉണ്ട്, ഏത്തിസ്റ്റുകളും ഉണ്ട്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ആരെ കൂടെ ഉൾപ്പെടുത്തണം? ലളിതാംബികാ ദേവിയും കൂടെ ഉൾപ്പെടുത്തണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ലളിതാംബികാ ദേവിയുടെ ലളിതാ സഹസ്രനാമ സ്തോത്രം ഉത്തമമാണ്. അത് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ആ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പോസിറ്റിവിറ്റി. ഓക്കെ, ട്രൈ ടു ഡു ദാറ്റ്. അഗ്രേ കിമസ്തി. ഐ മെഡിറ്റേറ്റ് ഓൺ ദി മദർ, ക്ഷമ്യത, whose eyes are smiling, who holds the arrow, bow, noose and the gold in her hand. She is glittering with red garlands and ornaments. She is painted with kunkuma on her forehead and is red and tender like the japa flower. Japa ityukte kim? It's hibiscus shoe flower, ചെമ്പരത്തിപ്പൂവ്. അത്രേ ഉള്ളൂ. വളരെ ധ്യാന ശ്ലോകത്തിൻ്റെ ഇത്രയും 4 ധ്യാന ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിൾ. ഓൾ ദീസ് 4 ധ്യാന ശ്ലോകാസ് ആർ in the beginning of the Lalita Sahasranama. When we are going to recite the Sahasranamas of Devi, we have to recite the Dhyana Sloka, in which we meditate the Devi by എന്താ പറയുക, ദേവിയുടെ വർണ്ണനകളൊക്കെ ചെയ്ത് by describing her all her graces, we are trying to meditate Devi Lalitambika. So the first thing you have to chant the ധ്യാനം. ആദ്യം ധ്യാനം ചൊല്ലിയതിന് ശേഷമേ സഹസ്രനാമത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ യു ട്രൈ ടു സ്റ്റഡി ഇറ്റ്, യു ട്രൈ ടു പ്രൊനൗൺസ് ഇറ്റ്. നിങ്ങൾക്ക് അത് നന്നായി ചെയ്യാൻ പറ്റും. പതുക്കെ ലളിതാ സഹസ്രനാമ സ്തോത്രം എന്നും കാണാതെ ചൊല്ലാൻ പറ്റുന്ന രീതിയിലെത്തും. അപ്പോൾ വീണ്ടും വീഡിയോ കണ്ട് അത് പഠിക്കാൻ ശ്രമിക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ എന്ത് ജീവിതത്തിൽ പഠിച്ചാലും അർത്ഥം മനസ്സിലാക്കാതെയാണ് പഠിക്കുന്നെങ്കിൽ ഒരു അർത്ഥവും ഇല്ല. അതുകൊണ്ട് തത് വ്യർത്ഥം ഭവിഷ്യതി, അർത്ഥം വിനാ യത് പഠതി തത് വ്യർത്ഥം ഭവിഷ്യതി. ഹേവമുക്ത്വാ അദ്യതന വീഡിയോ അത്ര സമാപയാമി. പുനഃ ആഗച്ഛാമി. പുനർമിലാമഹ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനിടുന്ന കണ്ടൻസ് കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സോ യു ഗൈസ് ട്രൈ ടു ഷെയർ ദ വീഡിയോ വിത്ത് യുവർ ഫെലോ ബീങ്സ്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് the video who is watching, who is not a subscriber of my channel, try to subscribe my channel. Okay. അവസാനം വരെ കാണണം, അതാണ് മെയിൻ കാര്യം. എങ്കിലും ഒരു it's just some 50 to 60 minutes or some 20 minutes video. So try to watch the whole thing. Okay. एवमुक्त्वा पुनः आगच्छामि. वीडियो अन्ततः पश्यतु, लैक् करोतु, कमेण्ट् करोतु, शेर् करोतु, एवं सब्स्क्रैब् करोतु. मम चैनल् मध्ये एतादृशानि कण्टेण्ट्स् आगच्छति. एवं संस्कृत क्लासेस् अपि अस्ति. मम कम्युनिटी पोस्ट् मध्ये संस्कृत आन्लैन् संस्कृतपाठशालायाः पोस्टर् दत्तं वर्तते. कोऽपि संस्कृतं पठितुम् इच्छति चेत् तत्र मेल् ऐ डी अस्ति, तन्मध्ये स्वस्य ताल्पर्यं प्रेषयतु. एवमुक्त्वा bye bye. See you in the next video. Until then, stay tuned.